ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യൺ ബിസിനസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 9th ജാനുവരി 2025. ഇന്ന് മാർക്കറ്റ് പൊതുവെ ഒരു ബെയറിഷ് മോഡിലായിരുന്നു. ഇന്ന് നിഫ്റ്റി 162 പോയിൻ്റ് ഇടിഞ്ഞ് 23,527 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 332 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 49,504 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 55,746 ക്ലോസ് ചെയ്തപ്പോൾ 525 പോയിൻറ്റിൻ്റെ ഇടിവാണ് ഉണ്ടായത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് വീണ്ടും 247 പോയിൻ്റ് ഇടിവുണ്ടായപ്പോൾ 18,118 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 14.65 ആണ്. സെൻസെക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 77,620, 528 പോയിൻ്റ് ഇടിവാണ് ഉണ്ടായത്. മാർക്കറ്റ് പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ നമ്മുടെ ബഡ്ജറ്റൊക്കെ വരുമ്പോൾ കൂടുതൽ മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് FII കനത്ത സെല്ലിംഗ് ആണ് നടത്തിയത്. 7,770 കോടിയുടെ സെല്ലിംഗ് FII നടത്തി. എന്നാൽ DII 7,639 കോടി രൂപയ്ക്ക് ബൈ ചെയ്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ 2.11% റാലി നടത്തി. നെസ്ലെ ഇന്ത്യ 1.76%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.62%, M&M 1.48%, ബ്രിട്ടാനിയ 1.28%, കോട്ടക് ബാങ്ക് 1.286%, ഏഷ്യൻ പെയിൻറ്റ് 0.76%, ഹിൻഡൽകോ 0.74%, SBI ലൈഫ് 0.57%, ഭാരതി എയർടെൽ 0.54% റാലി നടത്തി. ഇന്ന് പ്രധാനമായിട്ടും ലൂസേഴ്സ് ലിസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീറാം ഫിനാൻസ് 2.41% ഇടിവാണ് ഉണ്ടായത്. L&T 1.71% ഇടിവുണ്ടായി. TCS 1.57% ഇടിവാണ് ഉണ്ടായത്. TCSൻ്റെ റിസൾട്ട് ഉടനെ വരുന്നുണ്ട്. ഇന്ന് അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതിന് മുന്നോടിയായി ഒരു 1.5% ഇടിവ് കാണിച്ചു. HDFC ബാങ്ക് 1.51% ഇടിവുണ്ടാക്കി. അദാനി എൻ്റർപ്രൈസസ് 1.21% ഇടിവുണ്ടാക്കി. ട്രെൻഡ് ഇന്നും കഴിഞ്ഞ 3 ദിവസമായിട്ട് ട്രെൻഡ് ഇടിവിലാണ്. ഇന്നും 1.18% ഇടിവുണ്ടാക്കി. അൾട്രാ സിമൻകോ 0.97% ഇടിവുണ്ടാക്കി. അൾട്രാ സിമൻകോ ഇന്നലെയും 2.14% ഇടിവുണ്ടാക്കിയിരുന്നു. ബജാജ് ഫിനാൻസ് 0.87% ഇടിവുണ്ടാക്കി. മാരുതി 0.60% ഇടിവുണ്ടാക്കി. അപ്പോളോ ഹോസ്പിറ്റൽ 0.57% ഇടിവുണ്ടാക്കി. ഇന്നലെയും അപ്പോളോ ഹോസ്പിറ്റൽ 4.06% ഇടിവുണ്ടാക്കി. അപ്പോളോ ഹോസ്പിറ്റൽ ഇന്നും ഇടിവിലാണ് ഇരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ മാസത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 1-ാം തീയതി മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ 0.91% ഇടിവാണ് ആകെക്കൂടെ ഉണ്ടായിട്ടുള്ളത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,616, ട്യൂസ്ഡേ 23,707, വെനസ്ഡേ 23,688, തേഴ്സ്ഡേ 23,526 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആദ്യം മൺഡേ ഒരു 23,616 സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പർ സർക്യൂട്ട് മേലിലോട്ട് ട്യൂസ്ഡേ പോയെങ്കിലും വെനസ്ഡേ മുതൽ താഴോട്ട് മാർക്കറ്റ് ചെറുതായിട്ട് വന്നു തുടങ്ങി. ലൂസേഴ്സ് ആൻഡ് ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 766 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,037 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ 952 ഗെയിനേഴ്സും 1865 ലൂസേഴ്സുമായിരുന്നു. സെക്ടറൽ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി FMCG ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് ഉള്ള സെക്ടർ എല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 23,305 ക്ലോസ് ചെയ്തപ്പോൾ 65 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി IT 43,126 ക്ലോസ് ചെയ്തപ്പോൾ 507 പോയിൻറ്റിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 6255 ക്ലോസ് ചെയ്തപ്പോൾ 80 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,026 ക്ലോസ് ചെയ്തപ്പോൾ 209 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ഫാർമ 143 പോയിൻ്റ് ഇടിഞ്ഞ് 22,868 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG മാത്രം 528 പോയിൻ്റ് എന്ന് കയറി 0.93% ഇൻക്രീസ് ഉണ്ടായി. 57,495 ഇന്ന് നിഫ്റ്റി FMCG ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 104 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 8398 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി
27 പോയിന്റ് ഇടിഞ്ഞ് 990 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 14 പോയിന്റ്സ് ഇടിഞ്ഞ് 1808 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 712 പോയിന്റ്സിൻ്റെ ഇടിവുണ്ടായി 34,444 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8357 ക്ലോസ് ചെയ്തപ്പോൾ 98 പോയിന്റിൻ്റെ കുറവാണ് വന്നത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 14722 ക്ലോസ് ചെയ്തപ്പോൾ 60 പോയിന്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 214 പോയിന്റ് ഇടിഞ്ഞപ്പോൾ 10,855 ക്ലോസ് ചെയ്തു. മറ്റുള്ള അപ്ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ ഇന്ത്യ എന്ന് വരാനുണ്ട്. USD ഫോറക്സ് റിസർവ് ഡേറ്റ നാളെ ഇന്ത്യ എന്ന് വരാനുണ്ട്. 10 ജാനുവരിക്ക് ഈ 2 ഡേറ്റയും മെയിനായിട്ട് വരുന്നതാണ്. റിസൾട്ട് കാലഘട്ടമാണ്. ഇതോടെ ഇന്നത്തെ ന്യൂസ് ഇവിടെ കഴിയുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഈവനിങ്. താങ്ക് യു.